എല്ലാവർക്കും എവരിഡേ എന്റെ കഥയ്ക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് കുറെ കാലത്തിന് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം ഉണ്ടാവണം. ഇത് ഈ ചാനലിലത്തെ ആദ്യത്തെ വ്ലോഗാണ്. അപ്പോൾ ഞങ്ങളെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലങ്ങ് അടിച്ചു പൊട്ടിക്കുക. അതെ, അപ്പോ ഞങ്ങള് പുറത്തൊക്കെ പോയി വന്ന് ആയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പോയി വന്നതിന് ശേഷം എടുക്കണത് ദേവു ശിവിയും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഫുഡൊക്കെ കഴിച്ച് 3 മണിയുടെ ട്രെയിനിൽ പോയി. ഹലോ ഗൈസ്, സോ വി जा रही है, ബൈ. ഫുഡ് കഴിച്ചിട്ട് വരാം. ടാറ്റാ. ഹലോ ഗയ്സ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷ വന്നിട്ട് ഓട്ടോയിലാണ് കേട്ടോ പോയത്. കാരണം നല്ല മഴയുണ്ട്, അത് കാരണം വണ്ടി ഒന്നും എടുത്തില്ല. നേരെ ഞങ്ങൾ ഇമേജിലേക്കാണ് കേട്ടോ പോയത്. ധന്യച്ചിക്ക് ഒരു ഫോൺ വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒപ്പോൻ്റെ ഒരു ഫോണാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇമേജിൽ തന്നെയാണ് എല്ലാ ഫോണും ഞാൻ വാങ്ങിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗൾഫ് ഫോൺ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പിന്നെ ഞാൻ ദിബേഷിനെ വിളിച്ചിട്ട് അങ്ങനെ ഇമേജിൽ പോയി. അങ്ങനെ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സച്ചുട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സച്ചുവിന് പനിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ രണ്ട് ഫോണിന്ന് ചെക്ക് ചെയ്യായിരുന്നു. ചിച്ചുട്ടി ട്യൂഷന് പോയത്. ട്യൂഷന് പോയിട്ട് നേരെ അങ്ങോട്ട് വന്നു. അത് വിളിച്ച് വരുത്തിയതായിരുന്നു. കഴിഞ്ഞിട്ട് ഞാൻ കുട്ടികളോട് നേരെ മുസ്വലിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. കാരണം ഞങ്ങളിതൊക്കെ ബില്ലൊക്കെ ആക്കി വരുമ്പോഴത്തേന് നേരം വൈകും. അവർക്ക് 3 മണീൻ്റെ ട്രെയിനിൽ തന്നെ. എനിക്ക് പറയാനുള്ളത്, ഞങ്ങളിപ്പോൾ മുസ്വലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവിടെ അമ്മയും വല്യമ്മയും ഫോൺ കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് ഓർഡർ ചെയ്യാൻ പറഞ്ഞു. യെസ്. പിന്നെ ഇങ്ങനെ നമ്മളോട് നടന്ന് അവിടെ എത്താൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ബൈ. ഓക്കെ. സോ എന്താ പറയാനുള്ളത് പറഞ്ഞോ. ഞങ്ങൾ ഓർഡർ ചെയ്തു ഫുൾ അൽഫാം മന്തി, 4 ഹണിക്കോമ്പ്. ഈ കുട്ടി എന്തൊന്നും സംസാരിക്കില്ലേ? വേണോ? ഓക്കെ, ബൈ. ബൈ. ഈ കൈ. സോ ഗൈസ്, സാലഡ് വന്നു ആൻഡ് ദേ സ്റ്റാർട്ടഡ് ഈറ്റിംഗ്. നമുക്ക് വേറൊരു തന്നെ ഉള്ളു ഗൈസ്. ഐ എം ബിസി ഇൻ ഈറ്റിംഗ് സാലഡ്. തരില്ല ചോദിക്ക്, ദേവു ചേച്ചീനും ചോദിച്ച് എന്ത് സ്റ്റാൻഡേർഡ് വർത്താനല്ലേ. നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അങ്ങനെ സ്റ്റാൻഡേർഡ് വർത്താനം ഇടുകയോ ചെയ്യും അല്ലേ? എന്ത് പറയുന്നത്? കൊടുക്കരുത് നമ്മള് ആദ്യം ഞാൻ മുക്കിയപ്പോൾ വരിക അത് കയറും. അപ്പോൾ എല്ലാവരും ഇന്ന് മുക്കി തിന്നാം. ഒളിപ്പില്ലാത്ത ജന്തുക്കൾ ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു. 2 പറഞ്ഞു. ശിവയ്ക്ക് പറഞ്ഞ വാക്കിന് വില ഉണ്ട്. ഓള് എടീ ഇപ്പോഴും പറഞ്ഞോടി വാക്കിന് വില ഉണ്ട്. ഇതിനോട് ആദ്യം ഈ പറഞ്ഞിപ്പം എടുത്ത് തിന്നണ് വന്നിട്ട് കഴിച്ചാൽ മതി. അപ്പം നമ്മൾ പോസ്റ്റായി. ഒരു വന്നിട്ടില്ല, ഒരു വന്നിട്ട് കഴിച്ചാൽ മതി. പോസ്റ്റ് അവര് നടന്നു തരാൻ കുറച്ച് നേരം എടുക്കും. മനസ്സിൽ രക്ഷയില്ല കേട്ടോ. രസം. ഇവർക്കൊക്കെ ഫുഡ് ചേരാൻ വിഷമമുണ്ട്. പക്ഷേ സ്റ്റിൽ 1 രൂപ. ജന്തു ഇതൊപ്പം നമുക്കൊരു സാധനം കാണാം. നിറച്ചതില്ല. ഇതാ കണ്ടോ ഈ ജന്തുക്കൾ കോരാണ്ട്. ഞാനല്ല എടുക്ക് അയക്കാനിടല്ലോ കേട്ടോ. നിക്ക് വേണ്ട പിന്നല്ലേ ആണാ തരില്ല. ശിവ ഓസിഡ് ശിവ ദേക്കോ ഫോൺ. 1 മിനിറ്റ് അമ്മ വിളിക്കില്ലേ. പാവല്ലേ എടുത്തോ. കോഴിക്കൂട്ടിന്റെ മുന്നിൽ കുറുക്കൻ കാവലിരിക്കുന്ന മാതിരി ഈ
ജന്തുക്കളൊക്കെ ഇത് കഴിക്കാണ്ട് ഇതിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുക തൊട്ട കിട്ടും. എന്തുകൊണ്ടാ? ചിറ്റമാർ വരുമെന്ന പ്രതീക്ഷയിൽ കഴിക്കരുത് പറഞ്ഞു. ഇതിലും ഭേദം ഞങ്ങൾക്ക് വാങ്ങിത്തരാണ്ട് ഒരുമിച്ച് ഒന്ന് കഴിച്ചത്. പക്ഷെ ഓൾ ചെയ്തില്ല. ഓല് ഞങ്ങൾക്ക് വേണ്ടി ഓർഡർ ചെയ്ത് ഞങ്ങളതിന് മുന്നിൽ നിർത്തിക്കൊണ്ടോ ഞാൻ പിച്ച് ഇത്ര കഷ്ടായി മുന്നിലിരുത്തി തിന്നരുത് പറഞ്ഞു. അപ്പോഴേക്കും മനസ്സിലായി യൂട്യൂബിലൊക്കെ കുട്ടികൾ ജംസ് കഴിക്കരുത് കാരണം അമ്മമാർ പോകുമ്പോൾ ഓരോരു ഇടക്ക് നോക്കിയത് പുറത്ത് നോക്കി നിൽക്കുക. ശിവ നോക്കുമ്പോൾ മാത്രം കണ്ടാ കഷ്ടപ്പെട്ട പോലെ വെയിറ്റ് ചെയ്ത് കഴിച്ചു. എനിക്കാണെങ്കിൽ ഇത് കണ്ടപ്പോൾ തൊട്ട് നല്ല വിശപ്പ് തണുത്തു ഗൈസ്. ഞാൻ ഒന്ന് പരീക്ഷിക്കാൻ നോക്കിയ ശിവ കണ്ടില്ലേ, ശിവന്റെ മുഖം മാറും. എന്ത് സംഭവം ഞാൻ തിന്നാ ഈ അൽഫാമിന് പകരം ഞാൻ അവിടെ ഇരിക്കും. അത് മാത്രം പക്ഷേ എനിക്ക് നല്ല വിശപ്പുണ്ട്, സഹിക്കാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ മുന്നിൽ വെച്ചിട്ട് കിട്ടും കരുതി ഇങ്ങനെ കാത്തിരിക്കില്ല. അതാണ് ഏറ്റവും വിഷമമായ. ആരെ പറഞ്ഞ കാത്തിരിപ്പിന് സുഖമുണ്ട്? കാത്തിരിപ്പിന് ഒരു സുഖമില്ല മന്തി മുന്നിൽ വെച്ചാൽ. അതൊക്കെ എപ്പോൾ തൊട്ട് വിളിക്കാൻ തുടങ്ങി അറിയോ ചിറ്റാനെ? ചിറ്റ ഫോൺ എടുക്കണില്ല. എനിക്ക് തോന്നുന്നു മലപ്പുറം കാട്ടി ഫൈനലി പോലെ ജന്തുക്കളെ ഞാൻ തിന്നാൻ തുടങ്ങണം. നമുക്ക് തിന്നാ ആ നല്ല തെറപ്പിക്കാണ്ടിരിക്കുമോ? ഞങ്ങളെ അത്രയ്ക്ക് ഇവിടുന്ന് ഞങ്ങൾക്ക് തിന്നാനും പറ്റണില്ല. എത്ര നേരം ചൂടാറി സാധനം. ഞാൻ പിച്ചത് കഷ്ണങ്ങളായി കഴിക്കണ്ട. നോമ്പ് തുറക്കണ അവസ്ഥ പറഞ്ഞതാ. ഇങ്ങനെ മുക്കുന്നു വാട്ടർ റിലീഫ് എന്റെ കൊടുക്കാൻ താല്പര്യം അങ്ങട്ടാ ഞാൻ പഠിപ്പിച്ചാ മതിയോ? ബാഗില് എടുക്ക് നോക്ക്, ബാഗിലുണ്ട്. പെരുമഴ, ചീച്ചി മഴ. അറിയാം സൈനിങ് ഓഫ്. അപ്പോ അവരൊക്കെ പോയില്ലേ? ഞങ്ങളെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. വീണ്ടും എന്റെ കഥയിലൂടെ കാണാം.